അമ്മയുടെ കൈ പിടിച്ചിട്ടാണ് ഈ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരിക. ഇതുപോലെ ഇവിടെ ഇരുന്ന് വചനം കേട്ട് ഒരു ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ധ്യാനത്തിനൊക്കെ വന്ന് ആ ദിവസങ്ങളിലാണ് ഇതിന് തൊട്ടു പുറകിലുള്ള FOH മക്കളുടെ ശുശ്രൂഷ ഒക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എന്തായാലും വരുന്നതല്ലേ, മക്കളെ ഒന്ന് ശുശ്രൂഷിച്ചേക്കാം. അങ്ങനെ അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറി. ആ ദിവസങ്ങളിൽ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരുമായിരുന്നു, വചനം കേൾക്കാനായിട്ട് വരുമായിരുന്നു. അന്ന് 10 പഠിക്കുന്ന കാലഘട്ടമാണ് കേട്ടാ. അപ്പോൾ വചനം കേൾക്കാനായിട്ട് ഇവിടെ വന്നിരിക്കും, വചനം കേൾക്കും. പിന്നെ ചെറിയൊരു ട്വിസ്റ്റ് അതിലുണ്ട്. എല്ലാവരും ഒരു 5 മണി 6 മണിക്ക് കഴിയുമ്പോൾ എല്ലാവരും പോകും അല്ലേ? ഇവിടെ നിന്ന് തന്നെ ഇരിക്കുമോ? ഇല്ല, പോകും. ഈ പോകുന്ന നേരത്ത് എനിക്ക് വചനം പറയാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ വചനം പറയാനായിട്ട് ഞാൻ ആരുമില്ലാത്ത നേരത്തെ സ്റ്റേജിൻ്റെ അവിടേക്ക് വരും. എന്നിട്ട് അന്ന് പഴയ സ്റ്റേജായിരുന്നു കേട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് വചനം പറയും. അപ്പം അന്ന് വചനം പറഞ്ഞൊരു ബ്രദർ പറഞ്ഞു, എങ്ങനെയാണ്, ലാസർ ഇങ്ങനെ ശവകുടീരത്തിലുണ്ട്, ഈശോ വന്നിട്ട് വിളിച്ചു, ലാസറേ പുറത്ത് വരിക. അപ്പം എന്ത് ചെയ്തു? ലാസർ വന്നു. ഇതിങ്ങനെ കേട്ട് ഞാൻ പോയി. ഒരു 5 മണി 6 മണി നേരത്ത് ഞാൻ അവിടെ എന്നെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ വന്നു. 2 പ്രാവശ്യം ബ്രദർ നടന്നു പോലെ നടന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ നിറച്ചും ആൾക്കാർ ഇരിക്കുന്ന പോലെ സങ്കല്പിച്ചിട്ടാണ് പറയണത്. ഞാൻ പറഞ്ഞു, ലാസറേ പുറത്ത് വരിക. ഇങ്ങനൊക്കെ വചനം പറഞ്ഞ് നേരത്തെ ഒരു കയ്യടി. വെരി ഗുഡ്. അന്നും വചനം പറഞ്ഞ ബ്രദർ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞ കാര്യം എങ്ങനെയാണ്? എടാ, നിനക്ക് ആഗ്രഹം ഉണ്ടായാൽ മതി, അത് ഈശോയോട് പറയുക. നീ ഈശോയോട് പറയുമ്പോൾ ഈശോ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വന്ന് ഈശോ എന്നെ ഉയർത്തി. ഇന്ന് ഇവിടെ ഒരു 10, 16, 17 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ദൈവം നിങ്ങളോട് വചനം പങ്കുവയ്ക്കാനായിട്ട് കൃപ നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയുന്നവനാണ് ആരെ? നമ്മുടെ ഈശോ. ഈ വചനം കേൾക്കുന്നത് ഒന്നും നിഷ്ഫലമായിട്ട് പോകുന്നില്ല. ഇതൊരു വിത്താണ്, വിത്ത്. ഈ വിത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇടുമ്പോൾ അത് മുളയ്ക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് മുളച്ച് പൊന്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് എന്ത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? എന്തോ? മരിയ ദിനം. ഓക്കെ. പരിശുദ്ധ അമ്മ ഏറ്റവും അധികം സ്വീകരിച്ചത് ആരെയാണെന്ന് അറിയോ? ഏറ്റവും ആദ്യം പരിശുദ്ധ അമ്മ സ്വീകരിച്ചത് ആരെയാണ്? ഈശോയെ, പരിശുദ്ധാത്മാവിനെ. ആണോ? നമുക്ക് പിന്നെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല, ഓക്കെയാണ്. പരിശുദ്ധാത്മാവിനെ. ലൂക്ക 1:38 പറയുന്നു, അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പിന്നെ എന്തുണ്ടാകുന്നേ? വെറുതെ കുത്തിരിക്കുകയാണോ? അല്ല. ലൂക്ക 1:41 അവൾ എങ്ങോട്ട് പോയി? എലിസബത്തിന്റെ അടുത്തേക്ക് പോയി. എന്തിനു പോയി? ശുശ്രൂഷ ചെയ്യാനായിട്ട്. അവിടെ എലിസബത്തിന്റെ അടുത്ത് പോയപ്പോ അവിടെ എന്തുണ്ടായി? ശിശു കുതിച്ചു ചാടി. നമ്മളെല്ലാവരും ആരെ സ്വീകരിച്ചവരാണ്? എന്നിട്ട് നിങ്ങൾ ചില ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ ഈ കുതിച്ചു ചാട്ടം ഉണ്ടോ? പറയും, ദൈവമേ കഷ്ടം, അയ്യോ എഴുന്നള്ളി, ഇനി എന്നാ പോവുകവോ, അങ്ങനെ പറയാറില്ലേ? ഉണ്ടെന്ന്. സന്തോഷമാണ്. ചിലരൊക്കെ വരുമ്പോൾ പറയും, ദൈവമേ കഷ്ടകാലം വന്നു, കാലം വന്നു, ഇനി എന്നാ പോവുകവോ. ചിലരൊക്കെ വന്ന് പറയും, ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കുമോ വീട്ടിൽ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, ഒന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകാം, വൈകുന്നേരം പോയാൽ മതിയല്ലേ, അല്ലെങ്കിൽ നാളെ പോയാൽ മതിയല്ലേ. അങ്ങനെയും പറയുന്നവരില്ലേ? ഉണ്ട്. നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടും? ആദ്യത്തെയാ? പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞവളായിരുന്നു ആര്? പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ ഈ പരിശുദ്ധാത്മാവിനെ ആരിലേക്ക് കൊടുക്കുന്നു? എലിസബത്തിലേക്ക് കൊടുക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് അവിടെ നിന്നോ? കഴിഞ്ഞോ? പിന്നെന്തുണ്ടാകുന്നു? പിന്നെന്തുണ്ടാകുന്നേ? ലൂക്ക 1:15 ആരിൽ നിറഞ്ഞു ഈ പരിശുദ്ധാത്മാവ്?
യോഹന്നാനിൽ നിറഞ്ഞു. കഴിഞ്ഞോ? ഇല്ല. ലൂക്ക 1:67 അവന്റെ പിതാവായ സക്രിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രഘോഷിച്ചു. അപ്പൊ ആരിലൊക്കെ ഈ പരിശുദ്ധാത്മാവ് കിട്ടി? പരിശുദ്ധ അമ്മ, എലിസബത്ത്, സാറാമയോ, യോഹന്നാൻ, സക്രിയ. പ്രിയപ്പെട്ടവരെ, ഈ 4 പേരിലേക്കും അതവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഈശോ മരിക്കുന്നു. ഈശോ കുരിശിൽ മരിച്ചപ്പോ സ്ലീഹന്മാരെന്തുണ്ടായി? കൂടെ മരിച്ച? ഇല്ല. എന്തുണ്ടായി? കണ്ടം വഴി ഓടി. ഈശോ കുരിശിൽ മരിച്ചപ്പോ ശിഷ്യന്മാർ കണ്ടം വഴി ഓടി. ഈ ഓടിയവരെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചപ്പോ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്, തീനാവുകളുടെ രൂപത്തിൽ ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്ന് അവരിൽ ആവസിച്ചു. പരിശുദ്ധാത്മാവ് വന്ന് അവരിൽ ആവസിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് എന്നിൽ വരാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ അമ്മ ആരുടെ അടുത്തേക്ക് പോയി? എലിസബത്തിന്റെ അടുത്ത് പോയപ്പോ അവളിൽ ചലനമുണ്ടായി. പരിശുദ്ധാത്മാവ് അവളിൽ നിറഞ്ഞു. നമ്മൾ പോകുമ്പോൾ എന്തുണ്ടാകണം? ആരെ കൊടുക്കണം? കൊടുക്കുന്നുണ്ടാ? അല്ല, കൊടുക്കണമെന്നേ. ഒരു പാട്ടിങ്ങനെ പാടുന്നില്ലേ? പുതിയൊരു ജനനം നൽകും. ആ പാട്ടറിയോ? ഒന്ന് പാടിയേ. പാട്ടാണ് കേട്ടാ. ചേർന്ന് പാടിയേ. പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിൽ ഉണരാൻ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിൽ ഉണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് ആരിൽ നിറയാനാ പറയുന്നേ? എന്നിൽ നിറയണമേ. നിറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കവിയണം. എന്നിട്ട് ഈ പാട്ടിൽ പറഞ്ഞതുപോലെയാണ് പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഉണ്ടായത്. ഈ പരിശുദ്ധാത്മാവ് വന്നു, നിറഞ്ഞു, കവിഞ്ഞു, ഒഴുകി. അതാണ് എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടിയത്. അവളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് അവിടെ തന്നെ നിന്നില്ല, നിറഞ്ഞു, കവിഞ്ഞു, ഒഴുകി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട്, പരിശുദ്ധാത്മാവ് ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോഴേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്ന് നിറയണം പ്രിയപ്പെട്ടവരെ. പിന്നെ മനസ്സിലൊരു തീരുമാനം എടുക്കുക, ഞാൻ കാരണം ആരെയും വേദനിപ്പിക്കില്ല. ഞാൻ കാരണം ആരെയും എൻ്റെ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനിപ്പിക്കില്ല. കുറച്ചൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതം. കൂടിപ്പോയ 20, 30, 40 അത്രയേ ഉള്ളൂ ഈ ഭൂമിയിലെ ജീവിതം. ഇപ്പൊ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സ്നേഹിക്കാൻ പറ്റുക? പെട്ടിയിൽ കിടന്നിട്ടാ പറ്റുമോ? പറ്റില്ല. പെട്ടിയിൽ കിടക്കുമ്പോൾ നമ്മൾ പറയണം, ആൾക്കാരൊക്കെ പറയണം, നല്ലൊരു സഹോദരിയായിരുന്നു, നല്ലൊരു സഹോദരനായിരുന്നു, നല്ലൊരു അപ്പനായിരുന്നു, നല്ലൊരു അമ്മയായിരുന്നു. പറയാൻ പറ്റണം പ്രിയപ്പെട്ടവരെ, പറയാൻ പറ്റണം. നമ്മൾ ശവമഞ്ചത്തിൽ കിടക്കുമ്പോഴും അതൊരു ധ്യാന വിഷയമായി മാറണം. മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് നമ്മൾ അങ്ങനെ ആയിത്തീരണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരെയാണ് സ്വീകരിക്കുന്നത്? ഈ പരിശുദ്ധാത്മാവ് വന്നു, അത് കഴിഞ്ഞ് പിന്നെ ആരെ സ്വീകരിക്കുന്നു?
വചനം. പരിശുദ്ധാത്മാവ് ഹൃദയം തുറന്നു കൊടുത്താലേ ആർക്കും ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ? വചനത്തിനെ പ്രവേശിക്കാനായിട്ട് പറ്റുകയുള്ളൂ. യോഹന്നാൻ 1:1 എന്തു പറയുന്നു? അത് പറയുന്നു. എന്താ പറയുന്നേ? യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. എന്തോ? വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധ അമ്മയുടെ ഉള്ളിലും ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഈ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിലും ഈ പ്രശ്നങ്ങളെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും അവൾ ചേർത്ത് പിടിച്ച വചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. നമുക്കും ഉണ്ടാകണം പ്രിയപ്പെട്ടവർ ഒരു വചനത്തെ മുറുകെ പിടിക്കാനായിട്ട്. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, തഴക്കദോഷങ്ങൾ വരുമ്പോൾ എനിക്ക് മുറുകെ പിടിക്കാൻ എന്ത് വേണം? ഒരു വചനം വേണം. ഒരു വചനം വേണം എനിക്ക് മുറുകെ പിടിക്കാനായിട്ട്. ഞാൻ മുറുകെ പിടിക്കുന്നൊരു വചനമുണ്ട്. ജീവിതത്തിലെ പ്രയാസം വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ചേർത്ത് പിടിക്കുന്ന വചനമുണ്ട്. 1 പത്രോസ് 5:6 എന്നാന്നറിയോ? 1 പത്രോസ് 5:6 എന്നാ? ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. തോമാസ് ലീഹ അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നപ്പോൾ ഈ പുണ്യവാളൻ ചേർത്ത് പിടിച്ച വചനം ഏതാ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഫ്രാൻസിസ് സേവിയർ ചേർത്ത് പിടിച്ച വചനം ഏതാ? ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ അത്രയേ ഉള്ളൂ. ഒരു വചനത്തെ ചേർത്ത് പിടിക്കണം. എനിക്ക് കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രയാസം വരുമ്പോൾ ഒരു വചനത്തെ ചേർത്ത് പിടിക്കാനായിട്ട് എനിക്ക് പറ്റണം. പിന്നീട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കും. ആരോട്? ഈശോയോട്. യോഹന്നാൻ 2:2 പറയുന്നുണ്ട്. 2-ാം അധ്യായം എങ്ങനെയാണ്? എന്താണെന്നറിയോ? യോഹന്നാൻ 2-ാം അധ്യായം കാനായിലെ വിവാഹ വിരുന്ന്. കാനായിലെ വിവാഹ വിരുന്നാണ് അവിടുത്തെ ഒരു സന്ദർഭം. അതിൽ 2:2 ഇപ്രകാരം പറയുന്നു: ഈശോയും ശിഷ്യന്മാരും കല്യാണത്തിന് വിളിച്ചതുകൊണ്ട് അവരവിടേക്ക് പോയി. കല്യാണത്തിന് വിളിച്ചു, വിവാഹത്തിന് വിളിച്ചു, അവരവിടേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ കുടുംബ പ്രാർത്ഥനയാണ് എന്ത്? ഈ ക്ഷണിക്കലാണ്. ഈ കല്യാണത്തിന് ക്ഷണിച്ചതുകൊണ്ട് അവർ പോയി. അതുപോലെ എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്താണ് ഞാൻ ചെയ്യുന്നത്? അവരെ എൻ്റെ കുടുംബത്തിലേക്ക് വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങുന്നവർ പറഞ്ഞ ഹല്ലേലൂയ. അത് ഇച്ചിരി സൗണ്ട് കൂടുതലുണ്ട്. ഈ വിവാഹത്തിന് വിളിച്ചത് കൊണ്ട് ഇവർ വിവാഹത്തിന് പോയി. എൻ്റെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന എന്താണ്? ഈ ക്ഷണിക്കലാണ്. വിവാഹത്തിന് പോയി. അവിടെ കുറവുണ്ടായിരുന്നു. എന്തായിരുന്നു? ചേട്ടന്മാരെന്തായിരുന്നു കുറവ്? വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞ് തീർന്നു പോയി. ഈ വീഞ്ഞ് തീർന്നു പോയത് പരിശുദ്ധ അമ്മയോട് വല്ലവരും പറഞ്ഞോ? ഇല്ല. അവൾ അത് കണ്ടു മനസ്സിലാക്കി എന്ന വചനം പറയുക. അവൾ അത് കണ്ടു മനസ്സിലാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബത്തിലെ പോരായ്മകള്, വിഷമങ്ങള്, സങ്കടങ്ങള്, വേദനകള് നിങ്ങൾ ദൈവത്തോട് പറയണ്ട. അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ട. അത് ആര് കണ്ടു മനസ്സിലാക്കും? പരിശുദ്ധ അമ്മ കണ്ടു മനസ്സിലാക്കും. അമ്മയ്ക്ക് അങ്ങനെ ഒരു ഹൃദയം കൂടിയുണ്ട്. നിന്റെ വിഷമങ്ങൾ കണ്ടു മനസ്സിലാക്കാനായിട്ട്, നിന്റെ ജീവിതത്തിലെ പോരായ്മകൾ കണ്ടു മനസ്സിലാക്കാനായിട്ട് ആർക്ക് കഴിവുണ്ട്? പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. അത് ചെന്ന് പറയും മോനോട്, എടാ മോനെ, ഇന്ന പ്രശ്നമുണ്ട്, ഇതിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, ഒന്ന് വേഗം ഒന്ന് നടത്തി കൊടുക്ക്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് ആകെ ഒരു വഴിയുള്ളൂ. എന്ത്? നമ്മളെ ആരിലേക്ക് അടുപ്പിക്കുക? ഈശോയിലേക്ക് കൊണ്ട് ചെല്ലുക. നമ്മൾ ഈശോയിലേക്ക് കൊണ്ട് ചെല്ലുക. നിങ്ങളൊരു ബിഷപ്പായിരുന്ന ഫുൾട്ടൻ ജഷീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
ഫുൾ ടൈം ജഡ്ജി കേട്ടിട്ടുണ്ടോ? ഇല്ല. നല്ലവരെ കുറിച്ചൊന്നും കേൾക്കരുത് കേട്ടാ. ഒരു വിശുദ്ധനിലേക്ക് വിശുദ്ധ പദവി സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. വാഴ്ത്തപ്പെട്ടവനായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകണം. സ്വർഗത്തിൻ്റെ താക്കോല് ഉണ്ടല്ലോ, അത് ആർക്കാ കൊടുത്തിരിക്കുന്നത്? യൂദാസിനോ? ആർക്കാ? സ്വർഗത്തിൻ്റെ താക്കോല് പത്രോസിന് കൊടുത്തിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഈശോ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ ഭയങ്കര ബഹളം. കുറെ അലമ്പികളും അലമ്പന്മാരും എവിടെ കടന്നിട്ടുണ്ട്? സ്വർഗത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഈശോ ഈ സംസാരം കേട്ടപ്പോൾ ഈശോ അങ്ങ് വന്നു, സ്വർഗത്തിലേക്ക് വന്നു. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, എടാ പത്രോസേ, നീ ആ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ. അങ്ങനെ ഈശോ ഈ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത്, ഇതിൽ പെടാത്ത പകുതി പേരെവിടെയുണ്ട്? സ്വർഗത്തിലെ. ഈ ലിസ്റ്റിൽ പെടാത്ത പകുതി പേര് സ്വർഗത്തിലാ. ഈശോ പറഞ്ഞു, നീ എന്നെ ചതിച്ചില്ലടാ. പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ ചതിച്ചില്ലേ? പത്രോസ് പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. അപ്പൊ ഈശോ പറഞ്ഞു, ഇതാ ഇതില്ലാത്ത പകുതി പേരെവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. പത്രോസ് പറഞ്ഞു, ഞാൻ ചെന്ന് ഈ സ്വർഗത്തിൻ്റെ വാതിലുകളൊന്ന് നോക്കട്ടെ. കാരണം എന്നാന്നറിയോ? ഏറ്റവും താഴെ എന്നാ? നമ്മൾ പോകേണ്ട സ്ഥലമാണോ? അല്ല, നരകമാണ്. അതിന് തൊട്ട് മുന്നേ എന്നാ? ശുദ്ധീകരണ സ്ഥലം. അതിന് മുന്നേ എന്നാ? അതിന് മുകളിൽ എന്നാ? സ്വർഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വല്ലവരും ഇതിലേക്ക് കയറിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി പത്രോസ് വാതിലുകളൊക്കെ നോക്കുക. പത്രോസ് ഓരോ വാതിൽ നോക്കി പോയപ്പോൾ എല്ലാ വാതിലും എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? അടച്ചിട്ടിരിക്കുക. എല്ലാ വാതിലും അടച്ചിട്ടിരിക്കുക. അങ്ങനെ നടക്കുന്ന നേരത്താണ് ഒരു ജനവാതിലിന്റെ പകുതി ഇങ്ങനെ തുറന്നിട്ടിരിക്കുക. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരാൾ ഇരുന്നിട്ട് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ നോക്കി പറയാ, എടാ അമ്മിണി, നിന്നെ എനിക്കറിയാം, നീ കേറി വാ. എടാ ജോസേ, നീ ജമാലി ചൊല്ലി പ്രാർത്ഥിച്ചതല്ലേ, നീ കേറി വാ. അടിച്ചു കേറി വാ. അതാരാ? ഇത് പത്രോസ് കണ്ടപ്പോ പത്രോസ് ഓടി, മുതലാളി ജഗ ആരടുത്തേക്ക്? ഈശോയുടെ അടുത്തേക്ക്. ഈശോട് പറഞ്ഞു, ഇതെല്ലാം ഒപ്പിക്കുന്നത് ആരാണെന്നറിയോ? നിന്റെ അമ്മയാ. ഇതെല്ലാം ഒപ്പിക്കുന്നത് നിന്റെ അമ്മയാ. ഞാൻ പോയി തടയട്ടെ? ഈശോ പറഞ്ഞു, വേണ്ട. കാരണം ദൈവം ഈ സ്വർഗത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് ആരിലേക്ക് കൊടുത്തിട്ടുണ്ട്? പരിശുദ്ധ അമ്മയ്ക്ക്. നല്ലൊരു കയ്യടി കൊടുത്തേ. ഈ കയ്യടി കൊടുക്കുമ്പോൾ ഓഞ്ഞ കയ്യടി കൊടുക്കരുത് കേട്ടോ. നല്ലൊരു കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ സ്വർഗത്തിന്റെ താക്കോൽ ആർക്ക് കൊടുത്തപ്പെട്ടിട്ടുണ്ട്? പരിശുദ്ധ അമ്മയ്ക്ക്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ടാകും. അമ്മയ്ക്ക് ആകെ ഒരു ലക്ഷ്യമുള്ളൂ, ഈശോയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്, അധിക പ്രസംഗമാവും അല്ലെങ്കിൽ. ഒരിക്കലേ ഞാൻ സീനായി ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്നു. പാലക്കാട് സീനായി ധ്യാന കേന്ദ്രത്തിൽ കുറച്ച് നാൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. അപ്പോൾ അവിടെ ഒരു പയ്യൻ കയറി വന്നു. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യനാണ്. അവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാന്ന് വിളിച്ചിട്ട് പിന്നെ കരച്ചിലാണ്. അപ്പോൾ ചോദിച്ചു, എന്താ പറ്റി? അച്ഛ ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛാ, എൻ്റെ സഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കേ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അവൻ പറഞ്ഞു, ചേച്ചി ഒരാളുമായിട്ട് സ്നേഹത്തിലാണ്. ചേച്ചിക്ക് 17 വയസ്സുണ്ട്. സ്നേഹിക്കുന്നത് തെറ്റാണോ ശരിയാണോ? തെറ്റാണോ ശരിയാണോ? കുഴപ്പമില്ല എന്ന് പറയണേ. മൗനം സമ്മതം. അപ്പം ശരിയാണ് അല്ലേ? ഈ സ്നേഹിക്കുന്ന പയ്യന് വയസ്സ് 43. അയ്യോ, അപ്പം തെറ്റായി അല്ലേ? അപ്പം തെറ്റായി. പെൺകുട്ടിക്ക് 17 വയസ്സും ചെക്കന് 43 വയസ്സും. പല കേസുകളിലെ പ്രതിയാണ് ചെക്കൻ. ഒരു പാർട്ടിയുടെ വലിയൊരു നേതാവാണ്. ആ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ പോലും നടക്കുന്നൊരു പയ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ 10ാം ക്ലാസ്സിലടിക്കുന്ന പയ്യനോട് പറഞ്ഞു,
എടാ നീ നിൻ്റെ ചേച്ചിനെ വിളിച്ചിട്ട് പോവാ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. അങ്ങനെ ഇവളായിട്ട് സംസാരിച്ചു. ഏകദേശം ഒരു 2 മണിക്കൂറോളം എന്ത് ചെയ്തു? സംസാരിച്ചു. അപ്പോൾ അവള് പറയാണ്, അച്ഛാ അവൻ അങ്ങനെ പോവാനായിട്ട് കാരണം എന്താണെന്ന് അറിയോ? ഞാൻ പറഞ്ഞു ഇല്ല. അവള് പറഞ്ഞു അവന് അമ്മയില്ല. അവന് അമ്മയില്ലാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവനൊരു അമ്മയായും അവനൊരു ഭാര്യയായും ഇനി ആരുണ്ട്? മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല. മുട്ടയെന്ന് അപ്പളിക്ക് അമ്മയായി ഭാര്യയായി. പിന്നെ എനിക്ക് തോന്നി സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു, എടാ നീ ഒന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേ. നിനക്കൊരു ദിവസം എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്നു അത്രയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേ. പരിശുദ്ധ അമ്മ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിലെടുക്കും. പ്രിയപ്പെട്ടവർ, അന്ന് മുതലേ 10 ജപമാല വെച്ച് ചൊല്ലാനായിട്ട്, 10ാം ക്ലാസ്സിലാണ് പഠിക്കത്തെ, 10 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ഈ പയ്യൻ തുടങ്ങി. അങ്ങനെ ഇവൾക്ക് 18 വയസ്സ് ആകുന്ന നേരത്ത് ഇവൻ വന്ന് വിളിച്ചു കൊണ്ടുപോകാം, അങ്ങനൊരു എഗ്രിമെൻ്റാണ്. അങ്ങനെ ഇവൾക്ക് 18 വയസ്സായി. ഈ പയ്യന് ഈ മാമുദിസയ്ക്കാണ്ട് പള്ളിയിൽ വന്നിട്ടില്ല എന്ന് കേട്ടത്. പിന്നെ വന്നിട്ടില്ല പള്ളിയിലേക്ക്. മാമുദിസയ്ക്ക് വന്ന പള്ളിയിൽ പിന്നെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഈ കൂടോത്ര മന്ത്രവാദം അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. ഈ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ്, ഞാൻ ഇന്ന് അവളെ വിളിച്ചു ഇറക്കി കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഇയാൾ കാര്യങ്ങളൊക്കെ ചെയ്തു, പൂജയൊക്കെ ചെയ്തു എന്നിട്ട് പറയുകയാണ്, നിനക്ക് അവളെ കിട്ടാനായിട്ട് പോകുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു തടസ്സമുണ്ട്. ഇവൻ ഭയങ്കരമായിട്ട് കോപിച്ചു അയാളോട്. ഞാൻ അവളോട് ബാഗ് ശരിയാക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, പിന്നെ എന്നെ വൃത്തികേടാ നീ പറയുന്നേ. അങ്ങനെ അയാളോട് തട്ടിക്കയറി. അപ്പം അയാൾ വേറെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവളുടെ വീട്ടിൽ ചെല്ലുക. എന്നിട്ട് അവളെ പേര് വിളിച്ചു. അവൾ ബാഗുമായിട്ട് പുറത്തേക്ക് വന്നു. ഇവനെ നോക്കി കുറച്ചു നേരം നോക്കിയിട്ട് ഇവള് ബാഗ് നിലത്തിട്ട് പറയുക, ഞാൻ വരുന്നില്ല. ബാഗുമായിട്ട് വന്നിരിക്കുന്ന അവളാ. ബാഗ് നിലത്തേക്ക് ഇട്ടു. അവള് പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പൊ ചോദിച്ചു, എന്താ നീ വരാത്തത്? എൻ്റെ ജീവിതത്തിൽ എന്ത് സെക്യൂരിറ്റി ഉള്ള നിന്റെ ഒപ്പം ഇറങ്ങി വന്നിട്ട്? അപ്പോ ഇവൻ ഈ മന്ത്രവാദി പറഞ്ഞ കാര്യമുണ്ട് അത്രേ. ഇവളുടെ മനസ്സ് മാറാനായിട്ട് കാരണം ഇവളുടെ അനിയനും ഇവളുടെ അമ്മയും എന്തോ ഉരുട്ടിയത്രേ. എന്തോ ഉരുട്ടിയതിന്റെ ഫലമാണ് ഇവളുടെ മനസ്സ് മാറിയത്. എന്താ ഉരുട്ടി? ചോറുള്ളയാണോ? പിന്നെ എന്നാ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ പയ്യൻ പറയാ, അച്ഛാ ഞാൻ 10 ജപമാല ചൊല്ലുമായിരുന്നു. ഈ 10 ജപമാലയുടെയും നിയോഗം ഒന്നു മാത്രം, എൻ്റെ സഹോദരി രക്ഷപ്പെട്ടാൽ മതി അച്ഛാ. എൻ്റെ സഹോദരിനെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു. ഓർക്കണം, ബേഗുമായിട്ട് പുറത്തേക്ക് വന്നതാ. ബേഗ് അവിടെ ഇട്ടു. മന്ത്രവാദിക്ക് മനസ്സിലായി എന്തോ ഉരുട്ടിയിട്ടാണ് ഇവരുടെ മനസ്സ് മാറ്റിയത്. പരിശുദ്ധ അമ്മയ്ക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരാളൊക്കെ രക്ഷപ്പെട്ടാൽ മതി. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഒന്ന് തിരിഞ്ഞാൽ മതി, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അല്ലേ? ആണോ? അല്ലേ? അതെ. ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ അവരുടെ മനസ്സ് ആര് മാറ്റിക്കൊള്ളും? മാതാവ് ആരിലേക്ക് തിരിച്ചുകൊള്ളും? ഈശോയിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണടയ്ക്കാം. സ്നേഹിതയായ ഈശോയെ, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വലിയൊരു സമ്മാനമായിട്ട് നൽകിയ പരിശുദ്ധ അമ്മയെ ഓർക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മകനോട് മധ്യസ്ഥപേക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥപേക്ഷിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.